HDFC ബാങ്കിന്റെ ATM-ൽ നിന്ന് നമുക്കെങ്ങനെ എളുപ്പത്തിൽ പൈസ വിഡ്രോ ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് കൃത്യമായിട്ട് തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ ഭാഷ തിരഞ്ഞെടുക്കേണ്ട ഒരു ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് കൃത്യമായിട്ട് തന്നെ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് തന്നെ എത്തുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തേത് മെയിൻ മെനു, രണ്ടാമത്തേത് സെറ്റ് പിൻ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഒന്നാമത്തേലുള്ള മെയിൻ മെനു എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ മെയിൻ മെനുവിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസ് കാണുന്ന ഒരു ഏരിയയിലോട്ടാണ് എത്താനായിട്ട് കഴിയുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വിഡ്രോവൽ എന്നുള്ള ആ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഓപ്ഷനിൽ ഒന്ന് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അവർ ഇത്തരത്തിൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളേത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ATM പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 4 അക്ക ATM പിൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിപ്പം പിൻവലിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഒന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ എൻ്റർ ദി എമൗണ്ട് എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് അതും എൻ്റർ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പിൻവലിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പൈസ നമുക്ക് ATM-ൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ വീഡിയോ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.